ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ഡിഡ്വാഡ് ചുഴലിക്കാറ്റ്. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ എണ്ണം 100 കടന്നു. നിരവധി പേരെ കാണാതായി. ദുരന്തം 2 ലക്ഷം പേരെ ബാധിച്ചെന്നതാണ് റിപ്പോർട്ടുകൾ. 30-ന് പുലർച്ചെയോടെ ചുഴലിക്കാറ്റ് തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കിഴക്കൻ തമിഴ്നാട്ടിലെ തീരദേശ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് മുന്നറിയിപ്പാണ്. NDRF സംഘങ്ങളെ വിവിധ ജില്ലകളിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ഡിഡ്വാഡ് ചുഴലിക്കാറ്റ് 100 പേർ മരിച്ചുവെന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലുമായിട്ടാണ് ഈ 100 മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിരവധി പേരെ ഇപ്പോഴും കാണാതായിട്ടുണ്ട്. തിരച്ചിലുകളും ഊർജിതമാക്കുന്നുണ്ട്. ദുരന്തം 2 ലക്ഷം പേരെ ബാധിച്ചു എന്നതാണ് ഔദ്യോഗികമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഏകദേശം 2 ലക്ഷം പേരെ ബാധിച്ചു എന്നൊരു റിപ്പോർട്ടുകളുമുണ്ട്. 30-ന് പുലർച്ചെയോടെ ചുഴലിക്കാറ്റ് തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട്ടിലും ശക്തമായ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെഡ് അലേർട്ടാണ് തമിഴ്നാട്ടിലും പ്രഖ്യാപിച്ചിരിക്കുന്നത്. കിഴക്കൻ തമിഴ്നാട്ടിലെ തീരദേശ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും NDRF സംഘങ്ങളെ വിവിധ ജില്ലകളിലായി ഇപ്പോൾ വിന്യസിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്.